നമസ്കാരം. FCRA വിഷയത്തിൽ ഭയം വേണ്ട, ജാഗ്രത മതി. സ്ഥാപനങ്ങളുടെ പേരിൽ വിദേശത്തു നിന്നും വരുന്ന പണത്തിന്റെ കണക്കുകൾ കാണിക്കാൻ എന്താണ് ഇത്ര മടി, എന്താണ് ഇത്ര ഭയമെന്നൊക്കെ വിരുദ്ധ ശക്തികൾ ആവർത്തിച്ച് ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് ആരും മറുപടി പറഞ്ഞതായി കണ്ടില്ല. ഈ നിയമം നേരത്തെ തന്നെ കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ചില ഭേദഗതികൾ കൊണ്ടുവരാനുള്ള നീക്കമാണ് പുതിയ സർക്കാർ നടത്തുന്നത്. ആ ഭേദഗതികളെ ശക്തമായി എതിർക്കാതിരിക്കാൻ സാധിക്കില്ല, എതിർക്കണം. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനും അതിന്റെ ഭംഗിയായ നടത്തിപ്പിനും ഭരണത്തിനുമൊക്കെ കർശനമായ നിയമങ്ങൾ ആവശ്യം തന്നെയാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയും ദുരുപയോഗിക്കാൻ പറ്റിയ വകുപ്പുകൾ ചേർത്തുള്ള ഭേദഗതികളുമാണ് എതിർക്കുന്നത്. വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ 90% ഹൈന്ദവരുടെ സ്ഥാപനങ്ങളാണ്. അവർക്കില്ലാത്ത ഭയം മറ്റുള്ളവർക്ക് എന്തിനാണെന്നാണ് ഒരു പ്രധാന ചോദ്യം. അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന വിഷയവും. ന്യൂനപക്ഷങ്ങൾ കണക്ക് സമർപ്പിക്കുമ്പോൾ അതിൽ വലിയ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുകയും അവർ സാമ്പത്തിക കുറ്റവാളികളാണെന്ന നിലയിലെത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭൂരിപക്ഷത്തിന്റെ വിഷയങ്ങളിൽ ഉടനടി പോരായ്മകൾ പരിഹരിച്ച് 90% വിഷയങ്ങളും പരിഹരിച്ചുവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. സീറോ മലബാർ സഭയുടെ ഒരു രൂപത കഴിഞ്ഞ സാമ്പത്തിക വർഷം 3 കോടി രൂപയുടെ വിദേശ പണമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് മുഴുവൻ അവർ മാനദണ്ഡമനുസരിച്ച് ചിലവാക്കി. കണക്കുകൾ സമർപ്പിച്ചപ്പോൾ പലിശ ഇനത്തിൽ ലഭ്യമായ 45,000 രൂപയുടെ വ്യത്യാസമുണ്ടായി. അതൊരു വലിയ സാമ്പത്തിക കുറ്റകൃത്യമായി കണ്ട് 1 കോടി രൂപയാണ് പെനാൽറ്റി അടപ്പിച്ചത്. കേവലം 3 കോടി രൂപ മാത്രം കൈകാര്യം ചെയ്ത ഒരു വിഷയത്തിലുണ്ടായ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണത്. കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെയും FCRA ലൈസൻസ് പുതുക്കാതെ കിടക്കുകയാണ്. അവർ ചെയ്ത ദേശദ്രോഹ കുറ്റം പരസ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം അത് ഉപാധികളില്ലാതെ പുതുക്കി കൊടുക്കുവാൻ തയ്യാറാകണം. മറ്റൊരു വാദഗതി ഹൈന്ദവ സമൂഹമാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെക്കാൾ കൂടുതൽ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നതെന്നാണ്. ക്രൈസ്തവ സഭകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും നടത്തുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ ഭാരതത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ ക്രൈസ്തവ മിഷണറിമാർ നൽകിയ വിദ്യാഭ്യാസവും ആതുര സേവനവും ഓർക്കാതെ പോകരുത്. അതെല്ലാം സമുദായത്തിനും തുല്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട്, എല്ലാ സമുദായത്തിനും. അന്നത്തെ സവർണ മേലാളന്മാരെ പോലെ ഉച്ചനീചത്വം കാണിച്ചിട്ടില്ല. ദളിതരെ ചേർത്ത് നിർത്തി വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് വിശപ്പ് മാറ്റാൻ ഉച്ചയ്ക്ക് സൗജന്യ ഭക്ഷണം നൽകുകയും ചെയ്ത മഹാനായ ചാവറയച്ചനും പരിമല കൊച്ചുതിരുമേനിയും ജീവിച്ചിരുന്ന നാടാണിത്. മദർ തെരേസയും മറ്റൊരു മാതൃകയല്ല കാണിച്ചു തന്നത്. മദർ തെരേസയെ അറസ്റ്റ് ചെയ്യുവാൻ ചെന്ന അന്നത്തെ കൽക്കട്ട പോലീസ് കമ്മീഷണർ തന്നെ അത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ്. ക്രൈസ്തവ സഭകളെല്ലാം സാമൂഹ്യ സേവനം നടത്തുന്നത് മതം മാറ്റാനല്ല എന്ന യാഥാർത്ഥ്യം വിമർശകർ ഉൾക്കൊള്ളണം. കേവലം ഒരു ബൈബിളും കയ്യിൽ പിടിച്ച് 4 ആളെയും കൂട്ടി പണപ്പിരിവിന് വേണ്ടി ചില കോപ്രായങ്ങൾ നടത്തുന്നവർ ക്രിസ്ത്യൻ കള്ളനാണയങ്ങളല്ലെന്നും പറയുന്നില്ല. അതെല്ലാം ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ്. അവരെ കണ്ടുകൊണ്ട് എല്ലാവരും അവരെ പോലെയാണെന്ന് കരുതരുത്. പുതിയ ഭേദഗതി അതീവ സങ്കീർണമാണ്. കണക്ക് കൃത്യമായി എഴുതി കൊടുത്താലും ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാത്തിടത്തോളം ലൈസൻസ് പുതുക്കി നൽകാതിരിക്കുകയും 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ ഇവിടുത്തെ ക്രൈസ്തവർ പിരിച്ചുണ്ടാക്കിയ സ്ഥാപനങ്ങൾ മുഴുവൻ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന നിയമമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ചില തീവ്ര ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്നവരാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്. FCRA കൊടുങ്കാറ്റാണെങ്കിൽ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡ് സുനാമിയാണെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മാമോദിസ, വിവാഹം, മരണം, ഇത് 3ഉം അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. മാമോദിസ മുക്കുമ്പോൾ ഗംഗാജലം ഉപയോഗിക്കണമെന്ന ഭേദഗതി മാത്രമേ ഇനി മാമോദിസയുടെ കാര്യത്തിൽ വരാനുള്ളൂ. മരണാനന്തര കർമ്മങ്ങളിൽ അസ്ഥി ഭാരതപ്പുഴയിൽ ഒഴുക്കണം എന്നതുകൂടി ചേർത്ത് വച്ചാൽ നിയമം പൂർത്തിയാകും. ഇത്തരം കാര്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നതിന് ഭൂരിപക്ഷം തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് ഭൂരിപക്ഷത്തിന് മാത്രമല്ല, ന്യൂനപക്ഷത്തിനും കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ന്യൂനപക്ഷ സമുദായ അംഗങ്ങളും സജീവമായി പങ്കെടുത്തിരുന്നു. ഏതായാലും FCRAയുടെ പുതിയ ഭേദഗതി പാടെ ഉപേക്ഷിക്കണം. രാജ്യത്ത് വർഷങ്ങളായി FCRA ലൈസൻസ് ഉണ്ടായിരുന്നവരുടെ ലൈസൻസുകൾ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് പുതുക്കാതിരിക്കരുത്. കണക്കുകൾ കൃത്യമായി ബോധിപ്പിച്ചിട്ടും അത് ബോധ്യം വരാത്ത രീതിയിൽ ഇരിക്കുന്ന സർക്കാരിൻ്റെയും വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും നിസ്സംഗതയാണ് ന്യൂനപക്ഷത്തെ ഭയപ്പെടുത്തുന്നത്.
അല്ലാതെ പണം ദുരുപയോഗം ചെയ്തതിൻ്റെ ഭയമല്ല. ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മേധാവികൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. എന്ത് കാര്യത്തിൻ്റെ പേരിലായാലും ഇതുപോലെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് യഥേഷ്ടം സഭാ ആസ്ഥാനത്ത് കയറി നിരങ്ങുവാനുള്ള അവസരം ദയവായി നൽകരുത്. അത് വിശ്വാസികൾക്ക് തെറ്റായ സന്ദേശം നൽകും. ഇനിയാണ് കാതലായ വിഷയം. FCRA വിഷയത്തിൽ ഭയം വേണ്ട, ജാഗ്രത മതിയെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ആർക്കാണ് ജാഗ്രത വേണ്ടത്? ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ അധികാരികൾ വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ സ്ഥിതിക്ക് അത് കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമാണ് ജാഗ്രത വേണ്ടത്.